ഹലോ ഡിയേഴ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തമ്പനയിൽ കാണുന്നത് പോലെ ഒരു യൂണിഫോമിൻ്റെ മേലെ വരുന്ന പോർഷനാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പെറ്റിക്കോട്ട് പോലെയൊക്കെ കാണപ്പെടുന്ന ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ പേരടക്കം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിനാഫോ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഈ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നതാണ് 26 ഇഞ്ച് വരുന്നത്. 26-ൽ നിന്ന് ബോഡി ലെങ്ത്ത് 13 ഇഞ്ച്. അത് കുറച്ച് കഴിയുമ്പോൾ ബാക്കി 15 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ആ 15 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ടിന് വേണ്ടത്. അപ്പോൾ ആ വെട്ടാനിട്ടിരിക്കുന്ന മെറ്റീരിയലിൽ ആദ്യം ഞാൻ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2.5, പിന്നെ ഒരു 2.5, അങ്ങനെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ വീതിയിൽ മടക്കിയെടുക്കാനായിട്ടുള്ള ഒരു പോർഷനായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ താഴെ സ്കേർട്ടിന് വേണ്ടുന്ന 15 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് തയ്യൽ തുമ്പ് അരയിലേക്ക് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഞാൻ അവിടെ കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 16 ഇഞ്ച് ഞാനൊന്ന് അവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് സ്കേർട്ടിന് വേണ്ടുന്ന ലെങ്ത്താണ് ഇത്രയും കാണുന്നത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേലേക്കുള്ള പോർഷൻ വരുന്നത് ബോഡി പോർഷനുള്ള മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ താഴേക്ക് 16ഉം മേലേക്ക് 13ഉം ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മേലത്തെ 13-ൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. താഴത്തെ ഒരു പോർഷൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തെല്ലാം വെക്കാം. ശേഷം മേലേക്ക് 13-ലേക്ക് പോകുമ്പോൾ ആ 13-ൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ആ 1 ഇഞ്ച് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി പോർഷനിൽ ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ തന്നെ താഴെയും 1/2 ഇഞ്ച് വെച്ചിട്ട് സീം അലവൻസ് വേണം. അപ്പോൾ നമ്മൾ ഈ 13-ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. 14 ഇഞ്ച് ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മേലെ ഒരു 1/2 ഇഞ്ചും താഴെ ഒരു 1/2 ഇഞ്ചും സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ആദ്യം 14 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ 1/2 ഇഞ്ച് മേലെ, അതായത് താഴെ 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ മാർക്ക് ചെയ്തത് ഒന്ന് സ്ട്രേറ്റ് ലൈൻ ചെയ്യാം. സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ആം ഹോളെല്ലാം കേർവ് ചെയ്തെടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ലൈൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ലൈനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ലൈൻ ചെയ്തതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കണം അല്ലേ. സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം, എല്ലാം നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആം ഹോൾ എത്രയാണോ, ഷോൾഡർ എത്രയാണോ കൊടുക്കുന്നത് ഏകദേശം അത്ര തന്നെയാണ് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്തും കൊടുക്കാറുള്ളത്. ആം ഹോളിൻ്റെ ലെങ്ത്ത് അപ്പോൾ കൃത്യമായി ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെസ്റ്റ് വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണ് വരിക എന്നുള്ളതൊക്കെ കൃത്യമായി ഒന്ന് കണക്കാക്കി വയ്ക്കാം. നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് അതിൻ്റെ 4-ൽ 1 ചെസ്റ്റ് വിഡ്ത്തായിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ശേഷം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി നമുക്ക് അവിടെ കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആ സീം അലവൻസിന് കൊടുക്കേണ്ട 1.5 ഇഞ്ചും കൂടി ഞാനവിടെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മാർക്കിങ് കൊടുത്തതിന് ശേഷം അതെല്ലാം സ്ട്രേറ്റ് ലൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ശേഷം ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് സ്കെയിൽ വെച്ചിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ താഴത്തെ പോർഷൻ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട്. ഇനി ആം ഹോളിൻ്റെ പോർഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിംഗ് അനുസരിച്ച് നമ്മളൊന്ന് ഒരു എൽ സ്ക്വയർ വരച്ചെടുത്തിട്ട് പിന്നെ അതിന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വണ്ണം കൂടിയവരൊക്കെയാണ് അല്ലെങ്കിൽ ഷോൾഡർ വിരിവുള്ളവരാണെങ്കിൽ അതനുസരിച്ചായിരിക്കും നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷനിൽ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ പോർഷനിലുള്ള മെഷർമെൻ്റ് എല്ലാം വരുന്നത്. അപ്പോൾ സ്കേർട്ടിന് വരുന്ന ആ ഒരു ഭാഗം ഞാനിപ്പോൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് സ്ക്വയറായിട്ട് തന്നെയാണല്ലോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ കൃത്യമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വി നോച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് മാറ്റിയിട്ടോ. ഇനി ബോഡി പോർഷൻ എടുത്തു ഫ്രണ്ടും ബാക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തു. അതിന് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കേണ്ട പീസും കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു ബയാസ് പീസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ആ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബയാസ് പീസ് 1 ഇഞ്ച് 1.25 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കഴുത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വീനോച്ച് കൊടുത്തിരിക്കുന്ന ആ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് 2 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടും അധികം പണിയെടുക്കാതെ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു കോർണർ വരുന്ന പോർഷനിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കഴുത്തിന് കൃത്യമായിട്ട് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന വലത്തെ കയ്യിലിരിക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ ആ തുമ്പ് കാണാത്ത രീതിയിൽ ഒന്ന് മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് വിട്ടായിരിക്കും പിന്നെ അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ആ പീസിനെ ഒന്നും കൂടി ഒന്ന് മറിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, തുമ്പ് കാണാതെ ഇരിക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫിനിഷിംഗ് ആയിട്ട് ആ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാം എന്നാൽ എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു പാഠമാണ്. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡ്രസ്സിനും ഫിനിഷിങ് കിട്ടും, അത് ഉറപ്പാണ്. നമുക്ക് തോന്നിയ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഫിനിഷിങ് കിട്ടാതെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവണം, ഞാൻ ചെയ്തെടുക്കുന്ന സാധനം കൃത്യമായിട്ട് ഭംഗിയായിട്ട് കിട്ടണമെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സൈഡാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ചെയ്യുക. ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 പീസ് നമ്മളങ്ങനെ കഴുത്തിൻ്റെ പീസ് വെച്ചെടുത്തതിന് ശേഷം 2ൻ്റെയും നല്ല പുറം ഒന്നിച്ച് വെച്ച് പൊട്ടുപുറം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഷോൾഡർ ആദ്യം 1/4 ഇഞ്ചിലും പിന്നെ ഒരു 1/4 ഇഞ്ചിലും അങ്ങനെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ 2 ഷോൾഡറും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഒട്ടുമിക്ക തുണികളും നമ്മൾ ഷോൾഡർ പോർഷൻ അങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് കൃത്യമായി ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെ എക്സ്ട്രാ നിൽക്കുന്ന മെറ്റീരിയൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടുന്നത്. ഇത്രയും കഴിഞ്ഞ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കഴുത്തിൻ്റെ പോർഷനിലുള്ള നമ്മൾ വെച്ച് കൊടുത്ത പീസ് ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് അടിക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് 2 സ്റ്റിച്ചും കൊടുത്ത് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം ആം ഹോളാണ്, ഫ്രണ്ടിലെ ആം ഹോൾ 2ഉം ഒന്നിച്ച് വെച്ചിട്ട് ഒരേ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് കുഴിച്ച് കേവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഫ്രണ്ടിലെ കൈക്കുഴി കുറച്ചും കൂടി ഒന്ന് കുഴിക്കണമല്ലോ, അതാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ബയാസ് പീസ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബയാസ് പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ്, 2 പേര് ഞാൻ പറയാണ്. എന്താണെന്ന് വെച്ചാൽ ബയാസ് പീസ് എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ബയാസ് പീസ് എന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, ബയാസ് പീസ് എന്ന് അതിൻ്റെ പേരുണ്ട്, ബയാസ് എന്നുള്ള പേരും കൂടി ഉണ്ട് ക്രോസ് പീസിന്, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് വെച്ച് അടിച്ചതിന് ശേഷം നോച്ചസ് ഇട്ട് കൊടുത്ത് ആ പീസിനെ നമ്മുടെ തയ്യൽ തുമ്പ് എത്രയായിരുന്നോ, 1/4 ഇഞ്ചിലല്ലേ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ 1/4 ഇഞ്ച് കണക്കാക്കി ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത പീസിനെ ഒന്ന് മറച്ചടിക്കുകയാണ്. ഇപ്പം ഞാൻ ആ വെച്ച് കൊടുത്തിരിക്കുന്ന പൊസിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് അത് മറച്ച് കൊടുത്തിരിക്കുന്നതെന്ന്. നമ്മൾ ബയാസ് പീസിനെ ക്രോസ് പീസിനെ നല്ല പുറത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. ശേഷം അതിന് പൊട്ടപ്പുറത്തേക്ക് ഈ കാണുന്ന രീതിയിൽ ഒന്ന് മറച്ചു കൊടുത്ത് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ആം ഹോളിൻ്റെ പോർഷനും ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തുണിയുടെ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമ്മളിങ്ങനെ ചെയ്താൽ. ശേഷം പൊട്ടുപുറത്ത് നമ്മൾ തിരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം മറച്ചടിച്ച തുണിയുണ്ടല്ലോ അതിൻ്റെ തുമ്പുവശം കുറച്ച് എക്സ്ട്രാ പോർഷൻ നിൽക്കുന്നുണ്ടാവും, അത് നമുക്കൊന്ന് ട്രിം ചെയ്ത് കളയണം. അപ്പോൾ ചെറിയ സിസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങ് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ബാക്കി ആ പീസിനെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് ഉള്ളിലേക്ക് പൊട്ടുപുറത്തേക്ക് കൊടുത്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് അടിക്കുകയാണ്. അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ടോപ്പ് സ്റ്റിച്ച് 2 എണ്ണം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പോർഷൻ
ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഇത്രയും പോർഷൻ കഴിഞ്ഞാൽ ബോഡി പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സ്കേർട്ട് ബോഡി പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സെൻറ്ററിലെ വി നോച്ചാണ് ഒന്നിച്ച് വെക്കുന്നത്. അതായത് സ്കേർട്ടിൻ്റെ തുണിയുടെയും സെൻറ്റർ പോർഷനും ബോഡി പോർഷൻ്റെ സെൻറ്ററിലും നമ്മളൊരു വി നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ വി നോച്ച് ഒന്നിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം 1.5 ഇഞ്ച് ടേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിനനുസരിച്ചാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ബോക്സ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു അളവുണ്ടെങ്കിലാണ് നമുക്ക് ബോക്സ് ഫ്ലീറ്റ് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൃത്യമായി ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ബോക്സ് ഫ്ലീറ്റ് ഇടാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. മാർക്കിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന രീതി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും വ്യക്തമായിട്ട് മനസ്സിലാവും. 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ടേപ്പ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1.5 ഇഞ്ചിനെ നമ്മൾ ഓരോ ലൈനും മടക്കുന്ന രീതിയിൽ കണക്കാക്കി നമ്മൾ നോക്കുക. ഓരോ പോയിന്റിലും 1.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ലെഫ്റ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കൃത്യമായി ബോക്സ് ഫ്ലീറ്റ് വീഴുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫ്ലീറ്റ്സ് ഇടുന്നത് ആദ്യത്തെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ സ്റ്റിച്ചിട്ട് പോകുന്നത്. ശേഷം ഒരു സ്റ്റിച്ചും കൂടി 1/2 ഇഞ്ചിലേക്ക് നീക്കി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതവിടെ ഫിറ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മറച്ച് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആയിട്ടുണ്ടോ, ഭംഗിയായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ കുറച്ച് തുമ്പ് നമുക്ക് ആ സ്കേർട്ടിൻ്റെ പീസിൽ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്ന പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ബെൽറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഗ്യാപ്പ് വേണമല്ലേ നമുക്ക്. ബെൽറ്റ് കടന്നു പോകാൻ പാകത്തിന് ഒരു ഹോള് വേണം. അപ്പോൾ ആ ഹോളിന് എങ്ങനെ മെറ്റീരിയൽ എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1.5 ഇഞ്ച് വിഡ്ത്തും ഒരു 4 ഇഞ്ചൊക്കെ ലെങ്ത്തുള്ള ഒരു പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ 3 ഇഞ്ച് 3.25 ഇഞ്ച് ലെങ്ത്ത് മതി കേട്ടോ ആ പീസിന്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്നാണ്, സെൻറ്ററിലല്ല ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറയും ഇപ്പുറയും വരുന്ന ഫ്ലീറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലീറ്റിൻ്റെ സെൻറ്ററിലേക്കായിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഈ പീസിനെ വെച്ചൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ, അതായത് ആ ബോഡി പോർഷനും സ്കേർട്ടും ജോയിൻ ആവുന്നുണ്ടല്ലോ, ആ ജോയിൻ ആവുന്ന ലൈനിലേക്ക് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്ന ആ പീസിൻ്റെ സെൻറ്റർ വരണം. ആ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റർ പ്ലേറ്റിൻ്റെ അവിടെയല്ല, അതിൻ്റെ തൊട്ടപ്പുറയും ഇപ്പുറയും വരുന്ന പ്ലേറ്റിൻ്റെ നടുക്കായിട്ടാണ് ഞാൻ ഈ സംഭവം ഈ ഹോള് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ബോഡി പോർഷനിൽ വെക്കുമ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ലൈനിൽ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞ് പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് വെക്കുമ്പോൾ, താഴേക്ക് വെക്കുമ്പോൾ പ്ലേറ്റെല്ലാം കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ആ ഒരു പീസിനെ വെച്ച് അവിടെ അടിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നാലേ നമുക്ക് വൃത്തിക്ക് കിട്ടുള്ളൂ. ശേഷം നമ്മൾ അവിടെ കിടക്കുന്ന നൂലെല്ലാം ഒന്ന് ട്രിം ചെയ്ത് കളയാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ പീസ് നൂല് അവിടെ കാണും, അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയാം. ഇത് നല്ല പുറമാണേ, നല്ല പുറത്താണ് നമ്മൾ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ആ സൈഡ് ചേർത്ത് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ പൊട്ടപ്പുറം മറിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആവശ്യമായ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എത്രയാണോ നമുക്ക് അളവ് വേണ്ടേ ആ അളവനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ പോക്കറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിൽ റൈറ്റ് സൈഡിൽ പോക്കറ്റ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പിള്ളേരല്ലേ, ടവലോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അത് അവർക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത സംഭവത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. സംഭവം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം.